നിനക്ക് ദൈവം തന്ന ഒരു സീറ്റുണ്ട്, ദൈവം നിനക്ക് തന്നൊരു ഇരിപ്പിടമുണ്ട്, ദൈവം നിനക്ക് തന്നൊരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിനകത്ത് മറ്റൊരാൾ പ്രവേശിക്കരുത്. ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പേര് പറഞ്ഞോ, ആമേൻ, ഒരു അല്പ സാമ്പത്തിക നേട്ടത്തിൻ്റെ പേര് പറഞ്ഞോ, അല്പ മാനുഷികമായ കഴിവിൻ്റെ പേര് പറഞ്ഞോ, മറ്റൊരു വ്യക്തി ആമേൻ ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആമേൻ സ്ഥാനത്തിനകത്തും മാനത്തിനകത്ത് പ്രവേശിക്കാതിരിപ്പാൻ ഇന്ന് മുതൽ ദൈവ പൈതലേ നീ പ്രാർത്ഥിക്കണം. ദൈവസന്നിധാനത്തിൽ ബലം പ്രാപിക്കണം. ദൈവസന്നിധിയിൽ നീ ശക്തി പ്രാപിക്കണം. ദൈവസന്നിധാനത്തിൽ നീ ഉറപ്പോടെ ധൈര്യത്തോടെ നീ ആയിരിക്കപ്പെടണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ആ ഭാഗത്തിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. അതാണ് പോയിന്റ്. ഇത് രണ്ടും യാക്കോബിൻ്റെ പേര് തന്നെയാണ്. നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ നിർമ്മിച്ചത് യഹോവ. ആരെ? ദൈവം സൃഷ്ടിച്ചപ്പോൾ യാക്കോബിനെ യാക്കോബായി തന്നെ സൃഷ്ടിച്ചു. ആമേൻ. ഈസഹാക്കിന് ആമേൻ 2 മക്കള്, ഒന്ന് യാക്കോബ്, മറ്റൊരുവൻ യേശാവ്. ഈ യാക്കോബും യേശാവും ഒരു കുടുംബത്തിൽ ജനിച്ചു, ഒരു കുടുംബത്തിൽ വളർന്ന് വലുതായി കടന്നു വരുന്നു. ജനന സമയത്തിൽ തന്നെ യാക്കോബ് ഒറിജിനൽ യാക്കോബ് തന്നെയായിരുന്നു. ജ്യേഷ്ഠൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടായിരുന്നു ജനനം തന്നെ സംഭവിച്ചത്. അപ്പോൾ മുതൽ തന്നെ അവനിൽ ഒരുപാട് കുതന്ത്രങ്ങൾ അവൻ്റെ മനസ്സിനകത്ത് ചെറുപ്രായം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അറിവായ സമയത്തിൽ തന്നെ അമ്മയോടൊപ്പം നല്ല കോപ്പറേറ്റ് ചെയ്തു, അമ്മയുമായി നല്ലൊരു ബന്ധം, നല്ലൊരു സ്നേഹബന്ധത്തിൽ പോയി. മൂത്തവൻ അപ്പനോട് നല്ലൊരു ബന്ധത്തിൽ പോയപ്പോൾ ആമീൻ ഇളയവൻ അമ്മയോട് നല്ലൊരു ബന്ധത്തിൽ പോയി. ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇത് തന്നെ ധാരാളമായിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന് ഇതാ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ തന്നെയായിരിക്കുന്നു. അമ്മ ഇളയവനെ കൂടുതൽ സ്നേഹിച്ചപ്പോൾ അപ്പൻ മൂത്തവനെ കൂടുതൽ സ്നേഹിച്ചു. അങ്ങനെ ഇളയവനും മൂത്തവനും രണ്ടുപേരും തുല്യ സ്ഥിതിയിൽ നിൽക്കാത്ത വിധത്തിൽ പക്ഷപാതവും കാണിച്ചത് മുതൽ തന്നെ ആ കുടുംബത്തിനകത്ത് ക്ലാഷ് ആരംഭിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളൊരു അപ്പനാണെങ്കിൽ, നിങ്ങളൊരു അമ്മയാണ് എങ്കിൽ നിങ്ങളുടെ 2 കുഞ്ഞും നിങ്ങൾക്ക് സമമായിരിക്കപ്പെടണം. ഒരുപക്ഷെ ചെറുപ്രായത്തിൽ നിങ്ങൾ 2 പേരെയും ഒരുപോലെ വളർത്തിയിട്ട് ഇപ്പോൾ അവർ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം, അവർ മുതിർന്നു വന്നതിന് ശേഷം 2 മക്കളെയും 2ആയിട്ട് കാണത്തക്ക വിധത്തിൽ ഈ നാളുകളിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ മനസ്സിനകത്തുള്ള മാറ്റത്തെ പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മനസ്സിനകത്തുള്ള ചെറിയ മാറ്റത്തെ ആമേൻ ദൈവാത്മാവ് തിരിച്ചറിഞ്ഞിട്ട് വചനത്തിലൂടെ എനിക്ക് മറുപടി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ 2 കുഞ്ഞുണ്ട് എങ്കിൽ 2 പേരും എനിക്ക് ഒരുപോലെ തന്നെ ആയിരിക്കപ്പെടുന്നു. എൻ്റെ 2 മക്കളും ഞാൻ ഒരുപോലെ തന്നെ സ്നേഹിക്കപ്പെടുമെന്ന് ഇന്ന് പകൽ സമയത്തിൽ നിനക്കൊരു തീരുമാനം നിന്റെ ഉള്ളിനകത്ത് കടന്നു വരട്ടെ. നിന്റെ ഉള്ളിനകത്തൊരു തീരുമാനം വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. അതുപോലെ തന്നെ ഒരുപക്ഷെ എൻ്റെ അമ്മ ഇത് കേൾക്കട്ടെ, എൻ്റെ അപ്പൻ ഇത് കേൾക്കട്ടെ എന്ന് ആരെങ്കിലും മക്കൾ ഇത് കൂട്ടത്തിലായിരിക്കുന്നുവെങ്കിൽ, മക്കളെ, നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ഒരുപോലെ സ്നേഹിക്കുവാൻ മറക്കരുത്. ഹല്ലേലൂയ. ആമീൻ. നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിനകത്ത് ഭിന്നതകൾ ഉണ്ടാകാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകൾ വരാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിനകത്തുള്ള മാതാവിനെയും പിതാവിനെയും നീ തുല്യമായി തന്നെ സ്നേഹിക്കുവാനായിട്ട് മറക്കരുത്. ആ സ്നേഹത്തിൽ പലപ്പോഴും വിള്ളൽ കടന്നു വരപ്പെടുമ്പോൾ നിനക്ക് ലഭിക്കേണ്ടുന്ന സ്നേഹത്ത് കുറയപ്പെടുന്നു എങ്കിൽ അവിടെ ഇന്ന് തിരുത്തുക. മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ പറയപ്പെടട്ടെ, മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തിന് അപ്പുറത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. നിന്റെ കുഞ്ഞ് നിന്നോട് എന്തൊക്കെ കാണിച്ചാലും, നിന്റെ കുഞ്ഞ് നിന്നെ ഉപദ്രവിച്ചാൽ, അനുസരിച്ചില്ല എങ്കിൽ, നിന്റെ കുഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, നിന്റെ കുഞ്ഞ് നിന്നെ ശകാരിച്ചാലും, നിന്റെ കുഞ്ഞ് നിന്നെ വഴക്ക് പറഞ്ഞാലും ശരി തന്നെയാണ്. ആ കുഞ്ഞിന് കൊടുക്കേണ്ട
കൊടുക്കേണ്ടുന്ന സ്നേഹം നിനക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. മാതാവേ, പിതാവേ, പ്രൈസ് ദി ലോർഡ്, ഞാൻ മൂത്തവനെ സ്നേഹിക്കാൻ കാരണം ഇളയവൻ എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ട്. ഇല്ല, നീ മാതാവാണ് എങ്കിൽ, നീ പിതാവാണ് എങ്കിൽ, നിന്റെ കുഞ്ഞിന്റെ സ്നേഹം കിട്ടിയിട്ട് അതുപോലെയല്ല തിരിച്ചു കൊടുക്കേണ്ടത്. മക്കൾ നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങൾ അവരെ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറയരുത്. ഒരമ്മയാണെങ്കിൽ ഒരപ്പനാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് കൊടുത്തേ മതിയാകത്തേ ഉള്ളൂ. വിശ്വാസത്തോടെ അതിന് നേട്ടെടുത്താട്ടെ. നിന്റെ മക്കളെ നീ അല്ലാണ്ട് വേറെ ആരാ സ്നേഹിക്കേണ്ടത്? നിന്റെ കുഞ്ഞുങ്ങളെ നീ അല്ലാതെ വേറെ ആരാണ്ടാ സ്നേഹിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരിലുള്ള ചെറിയ ഊനങ്ങളെ പിടിച്ച്, അവരിലുള്ള ചെറിയ ചെറിയ ഊനങ്ങളെ പിടിച്ചിട്ട് സ്നേഹം ഭാഗിക്കുമ്പോൾ കൂടുതലും കുറവുമാകരുത്. സ്നേഹം ഭാഗിക്കുമ്പോൾ കറക്റ്റായിരിക്കണം, കറക്റ്റായിരിക്കണം, കറക്റ്റായിരിക്കണം. നിന്റെ നന്മകളെ നീ ഭാഗിച്ചു കൊടുക്കുമ്പോൾ, ആമേൻ, നിനക്കുള്ള സ്വത്ത് നീ ഭാഗിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ ജീവാംശം നീ ഭാഗിച്ചു കൊടുക്കുമ്പോൾ, ആമേൻ, നിന്റെ നന്മകൾ നീ ഭാഗിച്ചു കൊടുക്കുമ്പോൾ തുല്യമായിരിക്കണം, തുല്യമായിരിക്കണം. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ. അപ്പോൾ യാക്കോബ് പ്രാരംഭത്തിൽ തന്നെ പ്രശ്നക്കാരനായിരുന്നു, ഭയങ്കര പ്രശ്നമുള്ളവനായിരുന്നു. ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തെ എങ്ങനെ തട്ടിയെടുക്കാം, ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തെ എങ്ങനെ പിടിച്ചു പറിക്കാം, ഇതായിരുന്നു യാക്കോബിന്റെ മേൽ ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് യാക്കോബ് ഇപ്രകാരം ആസൂത്രണം ചെയ്തു. ജ്യേഷ്ഠന്റെ ബലഹീന വശങ്ങളെ കണ്ടുപിടിച്ചു. ഒരു കൗശലക്കാരൻ്റെ പ്രത്യേകതയാണ് ഒരു വ്യക്തിയുടെ ബലഹീന വശത്തെ കണ്ടുപിടിക്കുക. യാക്കോബ് ജ്യേഷ്ഠന്റെ ബലഹീന വശം ആഹാരമാണെങ്കിൽ പുള്ളി വീഴുമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഭക്ഷണത്തിൻ്റെ പേരിൽ കക്ഷി നന്നായിട്ട് വീഴുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ യാക്കോബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം ഭക്ഷണത്തിൽ തന്നെ അവനെ വീഴ്ത്താം. കാരണമുണ്ട്, അപ്പൻ ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം വേട്ട ഇറച്ചിയിൽ നിപുണനായിരിക്കപ്പെട്ടതോടത്തോളം കാലം ആ ചൊവ്വ മകൻ്റെ മേലും കടന്നു വന്നു. യേശാവിനും ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആകയാൽ വിശന്ന് ക്ഷീണിച്ച് അവൻ കടന്നു വന്ന സമയത്തിലേക്ക് പയറ് കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരു പായസം, അവൻ നല്ല ഏലക്കായ എല്ലാം കൂടെ ചേർത്ത് നല്ലമായിട്ടൊരു മണമുണ്ടാക്കിയപ്പോൾ ആ വാസന അവൻ്റെ മൂക്കിനകത്തേക്ക് തുളച്ചു കയറിയിട്ട്, എൻ്റെ അനുജനാണല്ലോ പായസം ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് ആ പായസത്തിൽ നിന്നൊരു അംശം ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന സമയത്തിൽ സ്വത്രം അനുജൻ പറഞ്ഞു, ചേട്ടാ, ആമീൻ, അനുജനും ജ്യേഷ്ഠനും ഒക്കെ ശരി തന്നെയാണ്, ഇവിടെ കാര്യം കാര്യത്തോടു കൂടി ആയിരിക്കുകയാണ്. നീ എനിക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാലിട്ട് ഈ ഭക്ഷണം ആമീൻ ഞാൻ നിനക്ക് നൽകിക്കൊള്ളാം എന്നുള്ളതിനെ കുറിച്ച് അനുജൻ പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? എൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല, എൻ്റെ കയ്യിൽ ഒരു നന്മ പോലുമില്ല. അനുജൻ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, നിന്റെ ജ്യേഷ്ഠാവകാശത്തെ എനിക്ക് തരുവാൻ നിനക്ക് മനസ്സുണ്ട് എങ്കിൽ ഞാൻ ഈ പായസം നിനക്ക് തരാം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ദൈവം കൊടുത്ത അനുഗ്രഹമായിരിക്കുന്ന ജ്യേഷ്ഠാവകാശത്തെ ആമീൻ യേശാവ് വിറ്റ് നശിപ്പിച്ചതിന് ശേഷം വയറ് നിറച്ച് പായസവും കുടിച്ച് ഏമ്പക്കവും വിട്ട് കടന്നുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ യേശാവിൻ്റെ ആമീൻ പർവ്വതങ്ങളെ ശൂന്യമാക്കുക, ഞാൻ യാക്കോബിനെ അനുഗ്രഹിക്കുമെന്നുള്ളത്. അങ്ങനെ തട്ടിപ്പറിച്ചവൻ അനുഗ്രഹിക്കപ്പെടുകയോ ആമീൻ ദൈവം കൊടുത്ത അനുഗ്രഹത്തിന് വില കൽപ്പിക്കാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ആമേൻ വിറ്റ് കൊടുത്ത വ്യക്തി ജീവിതത്തെ ദൈവം ദേഷിക്കുകയും ചെയ്തു. ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയിട്ട്, ഒരു ദിവസത്തെ ഉപജീവന മാർഗത്തിനു വേണ്ടിയിട്ട്, ഒരു ദിവസത്തെ വരുമാന മാർഗത്തിനു വേണ്ടിയിട്ട്, താൽക്കാലിക ലാഭത്തിനു വേണ്ടി, താൽക്കാലിക നേട്ടത്തിനു വേണ്ടി, താൽക്കാലികമായ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കപ്പെടുന്ന അനുഗ്രഹത്തെയും പദവിയെയും അവകാശത്തെയും സ്ഥാനത്തെയും മാനത്തെയും നിന്റെ ഇരിപ്പിടത്തെയും ആമേൻ നിന്റേതായിട്ടുള്ള കഴിവുകളെയോ നിന്റെ അനുഗ്രഹത്തെയോ നീ കാറ്റിൽ പറത്തരുന്നത് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കളും ആമേൻ പറഞ്ഞ് രണ്ട് കരങ്ങളെ ചേർത്തടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. കർത്താവേ, നീ എനിക്ക് തന്ന സ്നേഹമുണ്ട്, നീ എനിക്ക് തന്ന പദവിയുണ്ട്, നീ എനിക്ക് തന്ന സ്ഥാനമുണ്ട്, നീ എനിക്ക് തന്ന മാനമുണ്ട്. ഈ ലോകത്തിലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ട്, താൽക്കാലികമായ സാമ്പത്തിക നേട്ടത്തിന്
ജീവിതത്തിന് വേണ്ടി, താൽക്കാലികമായ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവകാശത്തെ ഞാൻ മടക്കി മാറ്റി വച്ചിട്ട് ഇന്ന് ഞാൻ എൻ്റെ കാര്യാദികളിൽ ഏർപ്പെടത്തേയില്ല. ഇന്ന അഡ്രസ്സിൽപ്പെട്ട ഇന്നയാളിൻ്റെ മകൻ, ഇന്നയാള് ഇരിക്കേണ്ടുന്ന സീറ്റിൽ ഇന്ന് വന്ന് നീ ഇരിക്കാതെ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോയി, അതുകൊണ്ട് സാത്താൻ പറയും അവിടെ ഞാനിരുന്നോളാം. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വാദിക്കുവാൻ ചെല്ലുമ്പോൾ പറയും, നീ നിൻ്റെ മകന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്ന കസേരയിൽ അവനല്ല കേട്ടോ വന്നിരുന്നത്, ഇന്ന് ഞാനാണ് ചെന്നിരുന്നത്. നീ ഇനിയും കൊടുക്കുക കുറേ അനുഗ്രഹങ്ങൾ, ഇനിയും നന്മ കൊടുക്കുക. വചനത്തിനകത്തുള്ള വാഗ്ദത്വം വിട്ട് പ്രവർത്തിക്കാത്ത ദൈവമേ, ആകയാലൊട്ട് ഇവൻ ഇത്രത്തോളം നീ ഒരുക്കി വെച്ചിരുന്ന സീറ്റിനെ നീ ക്ഷണിച്ചിട്ട് കടന്നു വരാതെ ഇരുന്നിട്ട് ഇവൻ അനുഗ്രഹം കൊടുക്കുന്നത് ഏതോ അവസ്ഥയിൽ അവൻ വാദിക്കുന്ന സമയത്തിൽ എൻ്റെ കർത്താവ് വ്യവസ്ഥ വിട്ട് പ്രവർത്തിക്കാത്തവനാകൊണ്ട് പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. നിനക്ക് ദൈവം തന്ന ഒരു സീറ്റുണ്ട്, ദൈവം നിനക്ക് തന്ന ഒരു ഇരിപ്പിടമുണ്ട്, ദൈവം നിനക്ക് തന്ന ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിനകത്ത് മറ്റൊരാൾ പ്രവേശിക്കരുത്. ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പേര് പറഞ്ഞോ, ഒരല്പ സാമ്പത്തിക നേട്ടത്തിൻ്റെ പേര് പറഞ്ഞോ, അല്പമാനുഷികമായ കഴിവിൻ്റെ പേര് പറഞ്ഞോ, മറ്റൊരു വ്യക്തി ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തിനകത്തും മാനത്തിനകത്ത് പ്രവേശിക്കാതിരിപ്പാൻ ഇന്ന് മുതൽ ദൈവ പൈതലേ നീ പ്രാർത്ഥിക്കണം. ദൈവസന്നിധാനത്തിൽ ബലം പ്രാപിക്കണം, ദൈവസന്നിധിയിൽ നീ ശക്തി പ്രാപിക്കണം, ദൈവസന്നിധാനത്തിൽ നീ ഉറപ്പോടെ ധൈര്യത്തോടെ നീ ആയിരിക്കപ്പെടണം. ഹല്ലേലൂയ. കളഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ആദാമും ഹവ്വയുമായിരുന്നു. ദൈവം അവർക്ക് സ്ഥിരമായി ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഇരിപ്പിടത്തെ സ്തോത്രം അലക്ഷ്യമാക്കിക്കൊണ്ട് സാത്താൻ പറഞ്ഞത് അനുസരിച്ചിട്ട് സ്തോത്രം ആ ഇരിപ്പിടത്തെ കാറ്റിൽ പറത്തി, ആ ഇരിപ്പിടത്തെ വേണ്ടാന്ന് വെച്ചിട്ട് സ്തോത്രം എവിടെയോ ചെന്ന് ഒളിച്ചിരുന്നു, എവിടെയോ ചെന്ന് മാറിയിരുന്നു. എൻ്റെ കർത്താവ് കടന്നു വന്നിട്ട് മാറി ഇരുന്നിടത്ത് ചെന്ന് വിളിച്ചില്ല. എന്തേ ദൈവത്തിന് അറിയത്തില്ലയോ? ഒരു മനുഷ്യൻ്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയുന്ന കർത്താവിന് വ്യക്തമായി അറിയാം ഈ ആദാം ഇപ്പോൾ എവിടെയുണ്ട്, ഈ ഹവ്വ എവിടെയാ ചെന്നിരിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. എൻ്റെ കർത്താവ് അവിടെയും അന്വേഷിച്ചു പോയില്ല, ഇതിൻ്റെ പുറകിലേക്കും അന്വേഷിച്ചു പോയില്ല. കർത്താവ് അന്വേഷിച്ചു പോയത് സ്ഥിരമായിട്ട് ഞാനൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്, അവിടെ അവർ ചെന്ന് ഒളിച്ചിരിക്കുന്നത് ദൈവത്തിന് നന്നായിട്ടറിയാം. ഇരിപ്പിടം എവിടെയാണോ അവിടെ മാത്രമേ ദൈവം അന്വേഷിച്ചു പോയിട്ടുള്ളൂ. ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടിയിട്ടൊരു സീറ്റ് ഒഴിപ്പിച്ചിട്ടിരിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് ആ ആരാധനയെ നീ തിരസ്കരിച്ചുവെങ്കിൽ, ആ ആരാധനയെ നീ കാറ്റിൽ പറത്തിയെങ്കിൽ, ആ ആരാധനയ്ക്ക് നീ പ്രാതിനിധ്യം കൊടുക്കാണ്ടിരുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് മടങ്ങി വരപ്പെടുന്ന ടെലിവിഷനിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഓരോ ദിവസത്തിലും നിനക്ക് ഒരു ഇരിപ്പിടം ദൈവം തന്നിട്ടുണ്ട്. നീ ദൈവവചനം കേൾക്കുവാൻ ഒരു സമയമുണ്ട്, നീ ദൈവവചനം കേൾക്കുവാൻ നീ ഇരിക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതിനു പകരമായിട്ട് ഹല്ലേലൂയ നീ മറ്റിതര കാര്യാദികളിൽ ഏർപ്പെട്ട്, മറ്റിതര വിഷയങ്ങളുടെ മധ്യത്തിലേക്ക് ഏർപ്പെട്ടിട്ട് ഇന്ന് നീ കേൾക്കേണ്ട ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് പകരം, ഇന്ന് നീ ചാനലിനൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് പ്രാർത്ഥിക്കാതെ നിന്റെ സ്വന്തം കാര്യാദികൾ നീ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ തീരുമാനമെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം എനിക്കൊരു സീറ്റ് തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു മാന്യത തന്നിട്ടുണ്ട്. അത് ഞാൻ കാറ്റിൽ പറത്തിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ, നാളുകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ വിറ്റു. ആ അവകാശം വില കൊടുത്താൽ കിട്ടുന്നതല്ല, ആ അവകാശം കാശ് കൊടുത്ത് മേടിക്കാൻ കഴിയുന്നതല്ല. മറക്കരുത് ദൈവമക്കളെ, നിനക്ക് കിട്ടിയ രോഗശാന്തി അല്ല വിഷയം, നിനക്ക് ലഭിച്ച ആത്മരക്ഷ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം നിനക്ക് ലഭിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നിനക്ക് ലഭിച്ചുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ഒരു നിറവ് നിനക്ക് ലഭിച്ചുവെങ്കിൽ, ചിറകടിച്ച് നീ എഴുന്നേൽക്കേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. മൗനമായിട്ടിരിക്കേണ്ട ദിവസമല്ല ഇത്. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കേണ്ട ദിവസമല്ല. കഴുകൻ ചിറകടിച്ച് ഉയരുന്നത് പോലെ തന്നെ നിന്നെ കീഴിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുന്ന സാത്താന്യ തന്ത്രങ്ങളുടെ മധ്യത്തിലേക്ക് നീ ഉയരത്തിലേക്ക് പറന്ന് ഉയരുന്ന സമയത്തിൽ നിനക്ക് ചിലത് കാണുവാൻ കഴിയപ്പെടും. കഴുകൻ ഉയരത്തിലേക്ക് എത്ര ഉയരത്തിൽ പറന്നു കഴിഞ്ഞാലും ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ചെറിയൊരു ഇര കിടപ്പുണ്ട് എങ്കിൽ ഈ കഴുകന് നന്നായിട്ടത് കണ്ടുപിടിക്കുവാൻ കഴിയും. ഒരിക്കൽ കൂടെ, ചെറിയൊരു മത്സ്യമായിരിക്കാം ചിലപ്പോൾ കിടക്കുന്നത്,
ഒരു ചെറിയ ഒരു മാംസ കഷ്ണമായിരിക്കാം ചിലപ്പോൾ കിടക്കുന്നത്. അങ്ങകലെ ഉയരത്തിൽ ഏകദേശം 100-150-200 അടി ഉയരത്തിൽ കഴുകൻ പറന്ന് നിൽക്കപ്പെടുന്ന സമയത്തിലേക്ക് എവിടുന്നാണ് തുടങ്ങിയത്? താഴേന്ന് പറക്കും. കഴുകൻ പറക്കുമ്പോൾ തനിക്കൊരു താല്പര്യമുണ്ട്. മറ്റു പറവുകളെക്കാളും എനിക്ക് ഉയരത്തിൽ പറക്കണം എന്നുള്ള ദാഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടി ഇത് പറന്ന് ഉയരത്തിലേക്ക് ചെല്ലുന്ന സമയത്തിലേക്ക് 200 അടി ഉയരത്തിൽ താൻ നിൽക്കുന്ന സമയത്തിലേക്ക് 4 ഇഞ്ചോ 5 ഇഞ്ചോ വലിപ്പമുള്ള ഒരു ചെറിയൊരു മത്സ്യം ഭൂമിയിൽ കിടക്കുന്നുവെങ്കിൽ അതിന്റെ കണ്ണുകൊണ്ട് അതിന് കാണുവാനായിട്ട് കഴിയപ്പെടാം. അത് മെല്ലെ പറന്ന് ആ ഇരയെ ലക്ഷ്യമാക്കി താഴേക്ക് കടന്നു വന്നിട്ട് ആ ഇരയെ എടുത്തുകൊണ്ട് വീണ്ടും പോകുന്നതിന്റെ പിന്നാമ്പുറത്തിൽ ഒന്നുണ്ട്. ഉയരത്തിലേക്ക് അത് പോകുന്ന അനുസരിച്ച് അതിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് അത്രത്തോളം വലിപ്പമുണ്ട്. അതിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് അത്രത്തോളം വ്യക്തതയുണ്ട്. അതിന്റെ ശ്രദ്ധയ്ക്ക് അത്രത്തോളം വ്യക്തതയുണ്ട്. ഇന്ന് പകൽ സമയത്തിൽ നിന്റെ കൺമുമ്പിൽ കിടക്കുന്ന പല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നിനക്ക് കഴിയപ്പെടുന്നില്ല. തൊട്ട് മുൻപിൽ കിടക്കുന്ന നന്മകൾ പോലും നിനക്കെടുത്ത് അവകാശമാക്കുവാൻ കഴിയപ്പെടാണ്ട് നിൽക്കപ്പെടുന്നുവെങ്കിൽ ആത്മാവിൽ ചിറകടിച്ച് നീ ഉയരത്തിലേക്ക് പോകാൻ തുടങ്ങിക്കോ. നിന്റെ ശ്രദ്ധ മാറാൻ പോകുകയാണ്. നിന്റെ കാഴ്ചശക്തി വർദ്ധിക്കാൻ പോകുകയാണ്. ഇന്നലെ വരെ കരസ്ഥമാക്കുവാൻ കഴിയപ്പെടാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും നീ ഉയരത്തിലേക്ക് പറക്കുന്ന അനുസരിച്ച് നിനക്ക് കരസ്ഥമാക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ദൈവസന്നിധി നീ ഇങ്ങനെ ചിന്തിക്കാം, ഹല്ലേലൂയ, ഇപ്പോഴുള്ള കാര്യം പോലും എനിക്കെല്ലാം ശരിയാക്കി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഞാൻ ഇനിയും ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയപ്പെടാം? പരിശുദ്ധാത്മാവിനാൽ അപ്പോൾ നിനക്ക് മാനേജ് ചെയ്യാൻ കഴിയപ്പെടുന്നത് നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ദൈവം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങപ്പെടാം. സ്വർഗത്തിലെ കർത്താവ് നിന്റെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുവാനായിട്ട് തുടങ്ങപ്പെടാം. എത്ര ചെറിയ നന്മകളാണെങ്കിലും അനുഭവിക്കുവാൻ, പ്രാപിക്കുവാൻ, ചെറിയ കാര്യങ്ങളാണെങ്കിലും കണ്ടുപിടിക്കുവാനുള്ള കൃപ ദൈവം നിന്റെ മേൽ പകരും. കരം തട്ടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആത്മാവിൽ ഉയരങ്ങളിലേക്ക്, അഭിഷേകത്തിൽ ഉയരങ്ങളിലേക്ക് പ്രാപിക്കുവാൻ കഴിയപ്പെടാത്ത ചിലത് പ്രാപിക്കണമെങ്കിൽ ഒരു കഴുകനെ പോലെ തന്നെ നീ ഉയരത്തിലേക്ക് ചിറകടിച്ച് കയറിക്കോ. ചിലത് നിനക്ക് കാണുവാൻ, അനുഭവിക്കുവാനായി സ്വർഗം ഭാഗ്യമൊരുക്കുകയാ. യേശാവ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവം തനിക്ക് കൊടുത്ത ജ്യേഷ്ഠാവകാശത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അനുജനതിനെ മേടിച്ചു, സ്വത്രം അതും മേടിച്ചു. എന്നാൽ യാക്കോബ് അടങ്ങിയില്ല. കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞപ്പോൾ യാക്കോബ് അപ്പനിൽ നിന്ന് ചിലത് മേടിച്ചെടുക്കാൻ തീരുമാനിച്ചു. കാഴ്ചയില്ലാത്ത അപ്പൻ, സ്വത്രം ഏറ്റവും ഒടുവിൽ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ മൂത്തവന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന സമയത്തിൽ തന്നെ മൂത്തവനോട് ഇഷ്ടമില്ല, ഇളയവനോട് കൂടുതൽ ഇഷ്ടമുള്ള അമ്മ പറഞ്ഞു, മക്കളെ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ ജ്യേഷ്ഠൻ എല്ലാ അനുഗ്രഹവും കൊണ്ടുപോകും. നമുക്ക് ചൊല്ലത് കരസ്ഥമാക്കണം. പറയാൻ പാടില്ലാത്തത് പറഞ്ഞ അമ്മ, ഉപദേശിക്കാൻ പാടില്ലാത്തത് ഉപദേശിച്ച അമ്മ, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാത്ത അമ്മ ഇളയ മകനെ ഒരിക്കൽ കൂടി ഒന്ന് എരിവ് കൂട്ടിക്കൊടുത്തു. ദൈവമക്കളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ എരിവ് കൂട്ടരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം എരിവ് വർദ്ധിപ്പിക്കരുത്. ദൈവം ഭിന്നിപ്പിക്കുന്ന ആത്മാവല്ല, ദൈവം സ്നേഹിക്കുന്ന ആത്മാവാണ്. ദൈവം ഭിന്നിപ്പിക്കുന്ന ആത്മാവല്ല, ദൈവം ക്ഷമിക്കുന്ന ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൻ്റെ മധ്യത്തിൽ കടന്നു ദൈവപൈതലേ, എരിവ് കൂട്ടുന്ന ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ, എരിവ് കൂട്ടുന്ന അനുഭവത്തിലാണെങ്കിൽ മടങ്ങി വന്നിട്ട് ക്ഷമിക്കുന്ന ആത്മാവിന് ഉടമസ്ഥനാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ദിവസങ്ങളിൽ നീ താണിരിക്കുക. അമ്മ പറഞ്ഞതനുസരിച്ച് ഇളയ മകൻ യാക്കോബ് നേരെ കടന്നു ചെന്നു. ഈ അപ്പന് വേട്ടയിറച്ചിക്ക് ഭയങ്കര ഇഷ്ടം. മാത്രമല്ല മകന് അനുഗ്രഹം മുഴുവനും കൊടുക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ കൊടുത്തിട്ടേ ഞാൻ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. നീ എനിക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ഇതാ എങ്കിൽ നിനക്ക് ഞാൻ അനുഗ്രഹം തരാം. അപ്പം പറഞ്ഞു, നീ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുതാ, നിനക്ക് അനുഗ്രഹമല്ല ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. സ്വത്രം. അങ്ങനെ ഏശാവ് വേട്ടയ്ക്ക് പോയപ്പോൾ യാക്കോബ് ചെന്ന് ആട്ടിൻകൂട്ടത്തിൽ കടന്നു ചെന്നിട്ട് ഇളയതും വലിപ്പവുമുള്ളത് പുഷ്ടിയുള്ളതുമായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കഷ്ണമാക്കി വെച്ച് ടേസ്റ്റ് മാറ്റി അവൻ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. അത് ആട്ടിറച്ചിയൊന്നും അറിയാത്ത വിധത്തിൽ വളരെ വിദഗ്ധമായ വിധത്തിൽ ഭക്ഷണം പ്രിപ്പറേഷൻ ചെയ്ത് പപ്പയുടെ അടുക്കൽ, പപ്പ ഞാനിതാ ഭക്ഷണം കൊണ്ടുവന്നു. ഇങ്ങനെ അപ്പന് കണ്ണുകൂടാ.
കണ്ണ് കണ്ടുകൂടാത്ത അപ്പനാ. അങ്ങനെ വേട്ടയിറച്ചി കഴിച്ചു. മകനെ നന്നായിട്ടുണ്ടടാ, നീ മുട്ടുമടക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്നാണെങ്കിൽ ബാങ്കിൽ പോകണം, അനുഗ്രഹിക്കണമെങ്കിൽ ചെക്ക് കൊടുക്കണം, ഇല്ല എങ്കിൽ പിൻ നമ്പർ കൊടുക്കണം, ഇല്ല എങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ കടന്നു പോകണം. പക്ഷേ അന്നത്തെ അനുഗ്രഹം ശിരസിൽ കൈവച്ച് നാവ് കൊണ്ട് കൽപ്പിച്ചാൽ മതി, അനുഗ്രഹം വ്യാപരിക്കും. സ്വത്രം. അധികാരം പ്രാപിച്ച ഒരു ആത്മീയ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ മതി, അനുഗ്രഹം അവൻ്റെ തലമേൽ കടന്നു വരും. ആയതിൻ പ്രകാരം യാക്കോബ് സ്വത്രം മകനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. യേശാവാണെന്ന് തെറ്റിദ്ധരിച്ച്, മൂത്തവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇളയവനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം മുഴുവനും മേടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് അവൻ കടന്നുപോയ സമയത്ത് യഥാർത്ഥ മൂത്ത മകൻ ഇതാ ഓടി വരികയാണ്. വന്നിട്ട് അവൻ പറഞ്ഞു, പപ്പ ഞാനിതാ വേട്ടയിറച്ചിയുമായി വന്നവനെ അനുഗ്രഹിച്ചു. അപ്പം നേരത്തെ വന്നത് ആര്? ഞാൻ അറിഞ്ഞില്ല. സ്വത്രം. എൻ്റെ അനുജനായിരിക്കും, അവൻ എന്നെ പറ്റിക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. സ്വത്രം. അങ്ങനെ അപ്പം പറഞ്ഞു, മക്കളെ എൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹവും ഇല്ല. മോൻ ചോദിച്ചു, പപ്പ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും നീ കരുതി വെച്ചിട്ടില്ല? ഇല്ല മക്കളെ, ഞാൻ അറിയാതെ എല്ലാം കൊടുത്തു പോയി എന്ന് പറഞ്ഞു. ശരി. മൂത്തവൻ അനുജനെ അടിക്കുവാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുന്നു. അമ്മ ഇടയ്ക്ക് വീണ് പിടിച്ചു മാറ്റി വിടുന്നു. ഇവർ രണ്ടുപേരുമായിട്ട് തല്ലുകൂടാതെ ഇരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പിടിച്ചു മാറ്റി വിട്ടോ. ഇളയ മകനോട് അമ്മ പറഞ്ഞു, മക്കളെ ഇവിടെ നിന്ന പറ്റത്തില്ല, വിട്ടോ, നീ നേരെ ചെന്ന് ലാബാന്റെ അടുക്കൽ, എൻ്റെ സഹോദരൻ്റെ അടുക്കൽ കുറച്ചു കാലം പാർത്തിട്ട് ഇവൻ്റെ ദേഷ്യമൊക്കെ തീർന്നതിന് ശേഷം വന്നാ മതി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ നേരെ കടന്നു പോകുന്ന ആ സമയത്തിൽ തന്നെ സ്വത്രം യേശാവ് അവിടെ ആയിരിക്കപ്പെടുന്നു. യാക്കോബ് അവിടെ. ഇതാണ് സൃഷ്ടിച്ച യാക്കോബ്, കുതന്ത്രം പിടിച്ച യാക്കോബ്. ഭക്തിക്ക് കുറവൊന്നുമില്ല, എന്നാലും ശകലം കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആകയാൽ ചില ഫോൾട്ടുകളൊക്കെ തീർക്കേണ്ട സ്ഥലമാണിത്. ഇവിടെ ചില അലൈൻമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് നോക്കേണ്ടുന്ന സ്ഥലമാണ്. ചിലയിടത്ത് സ്വന്തം നല്ല ആക്സിലേറ്ററിന് പവറുണ്ട്, സ്റ്റിയറിങ്ങും ഉണ്ട്, പക്ഷെ ബ്രേക്കില്ല, കൺട്രോളില്ല, നിയന്ത്രണമില്ല. ആകെയായിട്ട് ഈ ബ്രേക്ക് ഷൂവും കൂടെ മാറിയാൽ മാത്രമേ നിർത്തേണ്ടതിന് നിർത്തണം, പോകേണ്ടത് പോകണം. പ്രൈസ് ദി ലോർഡ്. ഇത് പിടിച്ച് നിർത്താനായിട്ട് കഴിയപ്പെടുന്നില്ല. സ്വന്തം ചിലർക്ക് സ്റ്റിയറിങ്ങിൽ ഭയങ്കര പ്ലേ കിടക്കുകയാണ്. ഇതെങ്ങോട്ട് തിരിക്കണമെന്ന് ഒരു നിർവാഹവുമില്ല. ഇതെങ്ങോട്ടൊക്കെയോ തിരിച്ചുകൊണ്ടിരിക്കുന്നു, പോകാൻ പാടില്ലാത്തടത്തൂടെ പോകുന്നു. അപ്പോൾ എവിടെയൊക്കെയോ ഇച്ചിരി കുഴപ്പങ്ങളുണ്ട്, എവിടെയൊക്കെയോ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്ന് മാറണം സഹോദരങ്ങളെ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം. ഈ വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും തികഞ്ഞവരല്ല, നിങ്ങളെല്ലാവരും എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളവരാണ്. കുഴപ്പങ്ങളുള്ളവർ കരമലടിച്ചു ദൈവത്തോട് പറ, എന്നെ ശരിയാക്കണമേ കർത്താവേ, ഞാൻ ഇച്ചിരി എടുത്തുകാട്ടക്കാരനാണ്, ഞാൻ കൊള്ളരുതാത്ത വ്യക്തി ജീവിതമായിരിക്കുകയാണ്. ഓ, നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ ആ നിമിഷം മുതൽ തന്നെ ഞാൻ നിനക്ക് അനിഷ്ടമായുള്ളത് പലതും പ്രവർത്തിച്ചാണ്. എനിക്ക് പലപ്പോഴും ക്ഷമിക്കുവാൻ കഴിയപ്പെടുന്നില്ല, പലപ്പോഴും എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഞാനെടുത്ത തീരുമാനമനുസരിച്ച് നിൽക്കുവാൻ കഴിയപ്പെടുന്നില്ല. യെസ്, യാക്കോബിനെ സൃഷ്ടിച്ചപ്പോൾ ഒരുപാട് ഫോൾട്ട് ഉണ്ടായിരുന്നു. കയ്യും കാലും ഒക്കെ ശരിയാണെങ്കിലും അതിലുപരിയായി അവൻ്റെ സ്വഭാവത്തിന് ഒരുപാട് ഫോൾട്ട് ഉണ്ടായി. ദൈവം തീരുമാനിച്ചു, ഇവൻ ഇങ്ങനെ ഇത്തരക്കാരെന്ന് വെച്ച് ഞാനിവനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടില്ല, ഞാനിവനെ കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ മനോഭാവം ദൈവമക്കൾ തിരിച്ചറിയണം. നീ തെറ്റി എന്ന് വെച്ച്, നീ അകന്നുപോയി എന്ന് വെച്ച്, നീ പിന്മാറിപ്പോയി എന്ന് വെച്ച് നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല, നിന്നെ നേരായ മാർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. യാക്കോബ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ്, യാക്കോബ് കുതന്ത്രം പിടിച്ചവനെന്ന് പറഞ്ഞ് യാക്കോബിനെ നശിപ്പിക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്, അവനെ നേർമാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കണം. സഹോദരങ്ങളെ, തെറ്റില്ലാത്തവരില്ല, കുറ്റമില്ലാത്തവരില്ല, പക്ഷെ നിങ്ങളെ തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഓരോ സ്പന്ദനത്തിലും പരിശുദ്ധാത്മാവ് നിന്നെ തിരുത്തിക്കൊണ്ടിരിക്കും. ഓരോ ചിന്തയിലും പരിശുദ്ധാത്മാവ് നിന്നെ തിരുത്തിക്കൊണ്ടിരിക്കപ്പെടും. നിന്റെ മനസ്സിനകത്ത് ശത്രു വിഷത്തിന്റെ വിത്തുകളെ വിതച്ചിട്ട് ഹല്ലേലൂയ നിന്നെ തെറ്റിക്കുവാൻ നോക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിച്ച് 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 നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ നിന്നെ സൂക്ഷിക്കുന്ന കർത്താവിന് കരങ്ങളെ ചേർത്തടിച്ച് നന്ദി പറയാം. പപ്പാ, എന്നെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കഴിവല്ല, ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വീണു പോയേനെ, ഞാൻ താണു പോയേനെ, ഞാൻ തളർന്നു പോയേനെ. ഹല്ലേലൂയ, നീയാണ് എനിക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് നൽകുന്നത്, നീയാണ് എൻ്റെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നീ എനിക്ക് ബലം നൽകുന്നത്. ഹല്ലേലൂയ, എൻ്റെ മനസ്സിനെ നീ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, എൻ്റെ ചിന്താ മണ്ഡലത്തെ നീ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അശുദ്ധി പലപ്പോഴും എൻ്റെ ചിന്താ മണ്ഡലത്തിനകത്ത് കടന്നു വരപ്പെടുമ്പോൾ ഹല്ലേലൂയ, കൊള്ളരുതായ്മകള് എൻ്റെ മനസ്സിനകത്തേക്ക് വിഷം പോലെ തളം കെട്ടി കിടക്കുമ്പോൾ കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം, നീ എന്നെ നിലനിർത്തുന്നതിനായി സ്തോത്രം. ദൈവത്തിന് നന്ദി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ദൈവം ശുദ്ധിയാക്കുകയാണ്, നമ്മുടെ മനസ്സിനെ ദൈവം ക്രമീകരിക്കുകയാണ്, നമ്മുടെ മനസ്സിനെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ.